നമ്മൾ എവിടെയെങ്കിലും നടന്നു വരുമ്പോൾ നോക്കുമ്പോൾ ഒരു അച്ഛൻ ഒരു QR കോഡ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ സംതിങ് എന്തോ ഉണ്ട് ഇതിനകത്ത്, എന്തോ എടുക്കാൻ സംഭവം ജീസസ് യൂത്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് അച്ഛനടുത്ത് പോയി ഡീറ്റെയിൽസ് ചോദിക്കാം. അപ്പൊ എന്താണ് അച്ഛാ ഇത്? മീറ്റ് ദ സ്ട്രേഞ്ചർ QR കോഡ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് എന്താണ് ഇത്? ജാഗോ 2025ലേക്ക് വന്ന എല്ലാവർക്കും പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടാനുള്ള അവസരമാണ്. ജാഗോ നമുക്കറിയാം ഓൾ ഇന്ത്യ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം ഈശോയെ സെലിബ്രേറ്റ്, ഇവിടെ മെയിൻ ആളെന്ന് പറയുന്നത് കോർ ആള് ഈശോയാണ്. ഈശോയെ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അപ്പം നമ്മളെല്ലാവരും പല ഭാഷ സംസാരിക്കുന്നവർ, പല സംസ്കാരങ്ങളുള്ളവർ, പല കൾച്ചർ, പല ഫുഡ് പാറ്റേൺസ് ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് അവർക്ക് ഈശോയെ അവരനുഭവിച്ച് ഈശോയെ അവർ ഷെയർ ചെയ്യണം. ദൈവത്തിന് ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരനുഭവിച്ച് അവരുടെ നാട്ടിലുള്ള ഈശോയെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ എക്സ്പീരിയൻസ് അവരിവിടെ ഷെയർ ചെയ്യണം. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ദിസ് ഈസ് ഗോഡ്സ് മീറ്റിംഗ് ദ സ്ട്രേഞ്ചേഴ്സ്. മീറ്റ് ദ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഇവർ അനുഭവിച്ച ഈശോയെ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഞാനിവിടെ വന്നപ്പം ആരും ഇല്ലായിരുന്നു. ഞങ്ങളൊരു ബിസിനസ് ഗ്രൂപ്പൊക്കെ ഫോം ചെയ്തു. പല ഐഡിയാസ് ഉള്ള ആളുകൾ. അപ്പോൾ അവരെ കണ്ടുപിടിച്ച് നമ്മളിവിടെ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്, എല്ലാവരും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല ആളുകൾ പല ഭാഷ, ചിലർക്ക് മണിപ്പൂരി അറിയില്ല, ഖാസി അറിയില്ല, ഒറിയ ഭാഷ അറിയത്തില്ല. പക്ഷേ ദേ ആർ വിറ്റ്നസിങ് ദെയർ ഗോഡ്സ് എക്സ്പീരിയൻസ് ഹിയർ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛാ, അപ്പോൾ നമുക്ക് അകത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് അവിടുത്തെ എക്സ്പീരിയൻസ്? ഇത് ഇവർ 4 ടേബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 4 ടേബിളിൽ ഇവരിരുന്ന് പല സ്ഥലത്തുനിന്നുള്ള ആൾക്കാരാണ്. അവർ ചിലർ മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, കോമൺ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അവർ ഷെയർ ചെയ്യുന്നു. ഫസ്റ്റ് അവർ പരിചയപ്പെടുന്നു. അവർ പിന്നെ അവരുടെ സംസ്ഥാനങ്ങൾ പറയുന്നു, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഗോഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു, ജാഗോയെക്കുറിച്ച് പറയുന്നു. പിന്നെ ഇൻ ഫ്യൂച്ചർ വാട്ട് ദേ ആർ ഗോയിങ് ടു ഡു, അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും ഇന്ത്യയിൽ. അതായത് ലൈറ്റ് ആൻഡ് സോൾട്ട് എന്നൊരു കോൺസെപ്റ്റാണ് മെയിനായിട്ട്. ഇവരിവിടുന്ന് ലൈറ്റായിട്ട് പോവുകയാണ്, നമ്മളിവിടെ കത്തിച്ചിടുകയാണ്, ഒരു വിളക്കായിട്ട് കത്തിച്ചിടുകയാണ് അവരെ. പിന്നെ ഉപ്പായിട്ട് മാറുകയാണ്. അവർ ചെല്ലുന്ന സംസ്ഥാനങ്ങളിൽ അവരവിടെ ഉപ്പായിട്ട് മാറുകയാണ്. അവിടെ ആ നാട്ടിന് സ്വാദ് കൊടുക്കുന്ന തരത്തിലേക്ക് അവർ രൂപാന്തരപ്പെടുന്നത്. ദിസ് ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. പല സ്ഥലത്തുള്ള ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ഒരേ ഗ്രൂപ്പിൽ വരുന്നവരെ സ്പ്ലിറ്റ് ചെയ്യും, പല സ്ഥലത്തേക്ക് കയറ്റിവിടും. അലീഷയാണ് ഇതിൻ്റെ കോർഡിനേറ്റർ. അലീഷ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു, ഇവിടെ ആരും ഇല്ലായിരുന്നു. അപ്പം ഞാനിവിടെ ഈ സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തായിരുന്നു. അലീഷനെ രാവിലെ വിളിച്ചു. 9:00 ഞാൻ വന്നപ്പോൾ ഞാനും 4-5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. അലീഷയുടെ അനുഭവങ്ങളോട് വേണം കേൾക്കാം. അപ്പോൾ ഇതിന്റെ ഇൻചാർജ് അലീഷയാണ്. അലീഷ ഇവിടെ എല്ലാം ഓടിച്ചാടി നടന്ന എല്ലാം ഇത് സെറ്റാണോ, അത് സെറ്റാണോ, ഇതെല്ലാം നടക്കുന്നുണ്ടോ, എങ്ങനെയാണ് നടക്കുന്നത് എല്ലാം നോക്കിയാണ്ട് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഇതിനെ കുറിച്ചൊന്ന് പറയാമോ 2 വാക്ക്? ഓക്കെ, ഇവിടെ ബേസിക്കലി എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, അതായത് പല ലാംഗ്വേജിലുള്ള ആൾക്കാർ വരുന്നുണ്ട്, ഇവിടെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഗോഡ് എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവർക്ക് ഒരു പേഴ്സണൽ സ്പേസ് ജാഗോ വഴി കിട്ടുന്നതാണ് ഗോഡ് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പുറത്തുനിന്നുള്ള ആൾക്കാരായിട്ടും അവരുടെ സ്വന്തം ഫ്രണ്ട്സായിട്ടും അവരിവിടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഇവിടെ ഭയങ്കര തിരക്ക് കുറവായിരുന്നു. അച്ഛൻ വന്നിട്ട് ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല ആൾക്കാർക്ക്. സീരിയസ്ലി നമ്മളിപ്പോൾ അവിടെ പറപ്പുറത്തൊക്കെ ആൾക്കാരെ പിടിച്ചിരുത്തേക്കാം. അപ്പോൾ സ്ട്രേഞ്ചേഴ്സ് മീറ്റിൽ ഇവിടെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ സിസ്റ്റർ നമ്മുടെ കൂടെയുണ്ട്. ഹായ് സിസ്റ്റർ. ഹലോ. അപ്പോൾ നമുക്ക് സിസ്റ്ററോട് സിസ്റ്ററിൻ്റെ ഗോഡ്ലി എക്സ്പീരിയൻസ്, 2 ദിവസത്തെ ഉണ്ടായ സിസ്റ്റർ എക്സ്പീരിയൻസ് ജാഗോനോട് 2 വാക്ക് നമുക്ക് ചോദിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാഗോയുടെ ഈ 2 ദിവസം ഇവിടെ കടന്നുപോയി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കിവിടെ. ഗോഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം പ്രധാനമായിട്ടും എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഇവിടെ നൈറ്റിൽ നടക്കുന്ന അഡോറേഷനാണ്. നമ്മുടെ എല്ലാവരും കൂടി ഒരുമിച്ച്, ഇപ്പം യുവജനങ്ങളോടൊപ്പം നമ്മൾ ഒരുമിച്ച് ഈശോയെ ആരാധിക്കുന്ന ഒരു ടൈമിൽ കിട്ടണ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. റിയലായിട്ട് ശരിക്കും ഇത്രയും പേര് ഈശോയെ ഹൃദയം തുറന്ന് ആരാധിക്കുന്ന അത് കാണാനും ഒപ്പം നമുക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് അത് വളരെയധികം വലുതാണ്. ഇന്നത്തെ ഈ ലോകത്ത് ഒരുപാട് യുവജനങ്ങൾ പല വഴികളിലൂടെ പോകുമ്പോഴും 10,000-കണക്കിന് യുവജനങ്ങൾ ഈശോയോട് കൂടെ നടക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ജാഗോയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഞാനും അഭിമാനിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു.